പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ കാണുന്നത് ആൻഡമാനിലെ റോസ് ഐലൻഡാണ്. ഇത് ക്യാപ്റ്റൻ ഡാനിയൽ റോസ് എന്നറിയപ്പെടുന്ന ക്യാപ്റ്റൻ്റെ പേരിലുള്ളതാണ് ഈ ഐലൻഡ്. ഇത് ബ്രിട്ടീഷുകാരുടെ പാരീസ് ആയിരുന്നു. പാരീസ് എന്ന് പറയാൻ കാര്യം ഇവിടെ അന്നത്തെ കാലത്ത് ചർച്ച് ഉണ്ടായിരുന്നു, ബേക്കറി ഉണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു, ടെന്നീസ് കോർട്ട് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു പർദീസയായിരുന്നു ഈ റോസ് ഐലൻഡ്. പക്ഷേ ഇന്ന് ഇത് ഗോസ്റ്റ് ഐലൻഡാണ്. ഇന്ത്യ ഗവൺമെൻറ് ഇത് പേര് വിളിക്കുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്നാണ്. കാരണം അദ്ദേഹം 1943 ഇവിടെയാണ് വിസിറ്റ് ചെയ്തതും ഇവിടെ നിന്നാണ് പോർട്ട് ബ്ലെയറിൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തതും. അതുകൊണ്ടാണ് ഈ പേരിൽ ഈ ഐലൻഡ് അറിയപ്പെടുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കെട്ടിടങ്ങളും തകർന്ന് നാമാവശേഷമായി കിടക്കുകയാണ്. ഇന്നിവിടെ ആകെ ഉള്ളത് കുറേ മാൻകുട്ടികളും അതേപോലെ തന്നെ മയിലുകളുമാണ്. മനുഷ്യവാസം ഇല്ല. 1-2 സെക്യൂരിറ്റി ഗാർഡുകൾ മാത്രം. ഒരു കാലത്ത് ഇതായിരുന്നു ചീഫ് കമ്മീഷൻ ഓഫീസിൻ്റെ ബംഗ്ലാവ്. ഇവിടെ വച്ചാണ് കാലാപാനിയിൽ വരുന്ന, അതായത് കാലാപാനി എന്നറിയപ്പെടുന്ന കപ്പലിൽ വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ ചോദ്യം ചെയ്തിരുന്നതും വിസ്തരിച്ചിരുന്നതും. ഇവിടുന്നാണ് സെല്ലുലാർ ജയിലുകളിലേക്ക് അയച്ചിരുന്നത്. ഈ കാണുന്നത് ഒരു പഴയ ചർച്ചാണ്. ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നത് സാമ്രാജ്യങ്ങൾ വരും പോകും, പക്ഷേ ചരിത്രം അതെന്നും നിലനിൽക്കും. ഇതേപോലെ തകർന്നു കിടക്കുന്ന ഒരുപാട് ബിൽഡിങ്ങുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് ഓരോന്നും ഒരു കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കാലത്ത് പ്രൗഢിയോടുകൂടി ജീവിച്ചിരുന്ന ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യം. 1942 സെക്കൻഡ് വേൾഡ് വാറിലാണ് ജപ്പാൻ ഇതെല്ലാം തകർത്ത് തരിപ്പണമാക്കിയത്. അന്ന് ഇത് ജപ്പാൻ ഒരു കോളനിയാക്കി മാറ്റി, അവരുടെ ക്വാർട്ടേഴ്സാക്കി മാറ്റി, അവരുടെ ഓഫീസ് ഉണ്ടായിരുന്നു. ഇവിടെയാണ് സുഭാഷ് ചന്ദ്രബോസ് വരികയും ഇവിടെയാണ് താമസിക്കുകയും ഇവിടെ നിന്നാണ് പോർട്ട് ബ്ലെയറിൽ പോയിട്ട് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇതൊരു സ്മാരകമാണ്. ഇതേപോലെ തന്നെയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വെപ്പൺ നിങ്ങൾക്ക് കാണാം. ഇത് തുരുമ്പെടുത്ത് നാമാവിശേഷമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ താൽക്കാലികമായിട്ടുള്ള പണിതിട്ടുള്ള പാലത്തിൽ കൂടെ നമുക്ക് നടക്കുമ്പോൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ലൈറ്റ് ഹൗസും അതേപോലെ അന്നത്തെ ക്യാപ്റ്റൻ ഡാനിയലിൻ്റെ ഒരു പ്രതിമയും നമുക്ക് കാണാം. അത് അങ്ങറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റ് ഹൗസ് ആണ്. ഇന്നത് ഉപയോഗശൂന്യമാണ്, ഉപയോഗിക്കുന്നില്ല. അതൊരു സ്മാരകമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. എന്തായാലും ഇതൊരു ഗോസ്റ്റ് ഐലൻഡ് തന്നെയാണ്.